അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. നമ്മളെ നാട്ടിലേക്ക് പോകുന്നൊരു വ്ളോഗാണ്. കൂടെ തന്നെ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയെല്ലാം കഴിഞ്ഞ കേട്ടാ. ഇപ്പാന്ന് ഞാൻ വ്ളോഗ് അപ്ലോഡ് ആക്കുന്നത്. വ്ളോഗ് കാര്യമായിട്ട് ഞാൻ ഷൂട്ടാക്കിയിട്ടൊന്നുമില്ല, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്ത് വെച്ചിട്ടില്ലേനു. നാട്ടിൽ വരുത്തൊരു 1.5 പണി തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ദമാമിലാണ് ഉള്ളത്. ദമാമിൽ നിന്ന് നമ്മളെ ഫ്ലൈറ്റ് ഇല്ലേനു. ഞാൻ റിയാദ് ടു കാലിക്കറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ദമാം ടു റിയാദ് ഒരു 4 മണിക്കൂർ, പിന്നെ കാലിക്കറ്റ് ടു കണ്ണൂർ ഒരു 4 മണിക്കൂർ. അപ്പോൾ എല്ലാം കൂടി ട്രാവൽ ചെയ്ത് പിരാന്താവും. അതുകൊണ്ട് തന്നെ എനിക്ക് വിചാരിക്കുമ്പോൾ തന്നെ എന്തെല്ലോ ആകുന്നുണ്ടേനു കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. എനിക്ക് അത് വിചാരിച്ചിട്ടൊരു ഒരാഴ്ച മുന്നേ ടെൻഷനേനു കേട്ടോ. അപ്പം നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ റൂമിനോട് ബൈ പറഞ്ഞ് നമ്മളിതാ റിയാദിലേക്ക് പോക്കാന്ന് കേട്ടോ. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും എടുത്ത വീഡിയോസ് അല്ല, എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദമാമിൽ നിന്ന് റിയാദിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രാവിലെ പുലച്ചക്കൊരു 4 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. ഒരു 1.5 ടൈമിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ, ഒരു 5:30-6 മണിയാകുമ്പം ദമാമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9 ആ ഒരു മെല്ലെ എന്താ പറയുക, നോർമലി എല്ലായിടെയും നിർത്തി പോകാമെന്നുള്ളൊരു ഇതിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി എല്ലാം ഒന്ന് ഫ്രഷ് ആയി ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ റിയാദ് എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്, പക്ഷേങ്കിൽ തിരിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മാഷാ അല്ലാ, അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ളൊരു എയർപോർട്ടേനു കേട്ടോ. നമ്മളില്ലേ ഇവിടെ എത്തി ഒരു 1 വീക്കിനുള്ളിൽ തന്നെ തിരിച്ച് പോകാനുള്ള റിട്ടേൺ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ചെറിയ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആയിരിക്കും എടുത്ത് വെച്ചേ നമ്മൾ സ്വന്തം എയർ ഇന്ത്യക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞതാ എനിക്ക് സൗദി എയർലൈൻസ് മതി, എയർ ഇന്ത്യ പറ്റിക്കും എന്നുള്ളത്. പക്ഷേ പറ്റിച്ചു ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് എയർ ഇന്ത്യ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. വാറിൻ്റെ ഒരു റീസണും പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് എല്ലാവരെയും ക്യാൻസലായി എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് സൗദി എയർലൈൻസ് തന്നെ എടുത്തിട്ട് റിയാദിൽ നിന്ന് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ എയർ ഇന്ത്യ എടുക്കൂലെന്ന് കരുതി വെച്ചതാണ്. പക്ഷേ ഇല്ലേ, പിന്നെ നമ്മൾ ദമാമിൽ നിന്ന് സൗദി എയർലൈൻസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് എയർ ഇന്ത്യ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാലിക്കറ്റേക്ക് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 1.5 ഇതേനു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മളിതാ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ഇവരെ സർവീസ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി പൊളിയേനു കേട്ടോ. ഞാൻ 3ാമത്തെ തവണയാണ് കേട്ടോ സൗദി എയർലൈൻസ് വരുന്നത്. ഒന്നും പറയാനില്ല, 100-ൽ 150. പക്ഷേ എൻ്റെ മക്കൾ എന്താ പറയുക, ഫുൾ ടൈം കരച്ചിലും ചൊറയെല്ലായിട്ട് സീനേനു കേട്ടോ. ഷിസമോളും ഇഷമോളും കൂടി എന്നെ ചൊറയാക്കിയിട്ടുണ്ട്. വീഡിയോസ് എനിക്കിതിൽ അപ്ലോഡ് ആക്കണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇഷമോളെല്ലാം ചൊറയാക്കുന്നത് നിങ്ങൾ ബിഹൈൻഡ് ദ സീൻസ് കാണുന്നില്ലല്ലോ, എങ്ങനെയായതാണെന്നൊന്നും. അപ്പോൾ അത് ഈ സൈഡിൽ കൊടുക്കാട്ടാ. ഇഷമോളെ കരച്ചിലെല്ലാം ഓളെ എന്താ പറയുക, ആ ഒരു ഉറക്കിൻ്റെ ടൈമാണ് കേട്ടോ. ഒരു 4 മണിക്കാണ് നമുക്ക് ടേക്ക് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഉറക്കിൻ്റെ ടൈമായതുകൊണ്ട് പിന്നെ ട്രാവലിങ് ഇതെല്ലാം ആയതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഇഷമോൾ ആകെ കൂടി എന്നെ സീനാക്കിയിട്ടുണ്ടേനു. അങ്ങനെ അൽഹംദുലില്ലാ കുറച്ച് കഴിഞ്ഞേരം പിന്നെ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയല്ല നമ്മളെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോക്കാന്ന്. നമ്മൾ 3 മാസത്തെ വാസത്തിന് ശേഷം അൽഹംദുലില്ലാ തിരിച്ച് നാട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ എന്താ പറയുക,
എനിക്ക് വരാൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരുന്നതിന് ഒരു ദിവസം മുന്നാണ് 2 ആഴ്ചത്തേക്ക് വാറ് നിർത്തി വെച്ച് എന്നുള്ളൊരു ന്യൂസ് കണ്ടിട്ടുള്ളത്. അന്നേരമാണ് സമാധാനമായ. അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചടിച്ച ഒരു ഭാഗ്യമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായത് പോവുക, നാട്ടിലെങ്ങനെ എത്തോളി എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ സേഫായിട്ട് തന്നെ നാട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നാട്ടിലെത്തി പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് ഞാൻ പകുതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് നിന്ന് പകുതി എത്തുമ്പോഴത്തേക്ക് ഞാൻ ഛർദ്ദിച്ച് സീനായിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ ട്രാവലിങ് കൂടുതൽ പറ്റൂല കേട്ടോ. അപ്പം അങ്ങനെ എന്തെല്ലാം ആയി ഒരു വിധത്തിൽ നാട്ടിലെത്തി റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം മൊത്തത്തിൽ ഉറങ്ങി തീർത്തിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞേരം ഞാനെത്തി. പിറ്റേന്ന് അനിയത്തിൻ്റെ നാപ്പോളി ഫംഗ്ഷനല്ല, 28-ൻ്റെ അന്നാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. ഓളെ ഹസ്ബൻഡിന് പെട്ടെന്ന് തിരിച്ച് പോകാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പരിപാടിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലാണ് കേട്ടോ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ തൊട്ടിലെല്ലാം കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നാണ് പിന്നെ ആ വീഡിയോ എടുത്തില്ല. ഇന്നാണ് എനിക്ക് പിന്നെ തല പൊന്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസ് അതിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല, എപ്പോഴെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു മെമ്മറി ആണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ്. ഓൾക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. ഓൾ എന്നോട് ഇടണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അങ്ങനെ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ നമ്മളെ തീം വൈറ്റും പിങ്കും ആ ഒരു തീമിലേനു കേട്ടോ. അപ്പോൾ ഇവൾ ബാക്കിൽ ബ്ലാക്കും പിന്നെ ഗ്രീന് വൈറ്റ് ആ ഒരു കളർ തീമിലാണ് കേട്ടോ ഈ ഒരു തൊട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേബിൻ്റെ പേര് ഇസ്ര ബത്തൂൽ എന്നാണ് കേട്ടോ. അവൾ പ്രസവിച്ചത് 27-ൻ്റെ നോമ്പിൻ്റെ, അതായത് 27-ാം രാവിനാണ് അവൾ പ്രസവിച്ചിട്ടുള്ളത്. മാഷാഅല്ലാ. പിന്നെ അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. ഇന്ന് ആൾക്കാരെല്ലാം വരും. എനിക്കില്ലേ വ്ളോഗിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം പണ്ടത്തെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മളെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ പരിപാടിയൊന്നുമില്ല. പരിപാടി ഫുഡെല്ലാം പിന്നെ കാറ്ററിംഗ് ആണ്. അതൊന്നും പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, മൊത്തത്തിൽ അവർ സെറ്റായിക്കോളും. പിന്നെ അത് ആൾക്കാരെല്ലാം വന്ന് പിന്നെ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കുട്ടികളുടെ ഗോൾഡ് ഇട്ട് കൊടുക്കൽ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എല്ലാവരും ആണുങ്ങളെല്ലാം ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. കുറേ വീഡിയോസ് ഞാൻ ബ്ലറാക്കി വെക്കുന്നുണ്ട്. കാരണം കുറേ ആൾക്കാർക്കൊന്നും വീഡിയോസിൽ വരാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളായിട്ട് എന്തിനാ അങ്ങനെ ഫേസ് കാണിച്ചിട്ട് അങ്ങനെ ഇടുന്നത് വിചാരിച്ചിട്ടാണ് ബ്ലറാക്കി വെക്കുന്നത്. കുറേ പേർക്ക് സീനില്ല, കുറേ പേർക്ക് സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും അങ്ങ് ബ്ലറാക്കി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പിന്നെന്താ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരില്ല, ഓളെ ഹസ്ബൻഡിൻ്റെ കുറച്ച് ആൾക്കാർ, പിന്നെ നമ്മളെ ഉപ്പാൻ്റെ ആൾക്കാർ, ഉമ്മാൻ്റെ ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് അടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളൊരു കുഞ്ഞു ഫാമിലി. ഉപ്പ, ഉമ്മ, അനിയത്തി, കാക്ക. ഉപ്പാക്കും ഉമ്മാക്കും അനിയത്തിക്കും വീഡിയോസ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഫോട്ടോ ഇടുന്ന കണ്ടു കഴിഞ്ഞാലും സീനാണ് കേട്ടോ, ചൊറയാക്കും. അനക്കും കാക്കും പിന്നെ സീനില്ല. ആര് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ്, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബ്ലറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് നമ്മളെ മുട്ടായി കൊടുക്കലും പിന്നെ ലഡു കൊടുക്കലെല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കസിൻസ് ആയിട്ട് തന്നെ കുറേ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ ആണുങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ചത്, പെണ്ണുങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അനിയത്തിക്ക് എടുക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. കാരണം മുറ്റത്ത് അമ്മാതിരി ചൂടാണ്. ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, എന്തൊരു ചൂട് എന്ന് പറയാൻ. എൻ്റെ വീട്ടിലും അന്ന് വലിയ കുഴപ്പമില്ലേനു കേട്ടോ. മൊത്തത്തിലൊന്ന് കൂളാക്കി വെച്ചിട്ടുണ്ടേനു. എല്ലാ ജനലും വാതിലും എല്ലാം തുറന്നിട്ടിട്ട്. അല്ലാത്ത സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. സീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ, സീലിംഗ് ഉള്ള വീട്ടിൽ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഉമ്മാൻ്റെ വീട്ടിൽ നല്ല കാറ്റും നല്ല വെളിച്ചവും തണുപ്പെല്ലാം കേട്ടോ. തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചൂടില്ല. ഈ വീട്ടിലത്തെ പോലത്തെ ചൂട് ആ വീട്ടിലില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ
അപ്പോൾ ഇവിടെ ഇതാ കപ്പിൾ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അനിയത്തിയും മാപ്പിളയും അവരെല്ലാം കപ്പിൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും അങ്ങനെയെല്ലാം ആയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്, ലാസ്റ്റ് ട്രിപ്പ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മെയിനായിട്ട് നമ്മൾ വീഡിയോ ഇടാനുള്ള ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിക്കാബ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് കുറേ സെയിലായിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കുറച്ചധികം സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാരണം സ്റ്റോക്ക് പെട്ടെന്ന് ഫിനിഷ് ആവലുണ്ട്. ഇത് മൊത്തത്തിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ അടുത്ത് കുട്ടിനെ ആക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്ക് എൻ്റെ 3 കുട്ടികൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്ക് ചെറുത് തന്നെയാണ് കേട്ടോ. ഓക്ക് ആദ്യത്തെ മോനിക്ക് ഒരു 5 വയസ്സായി, ഇപ്പോൾ ചെറിയൊരു കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയില്ലാന്ന് കാര്യങ്ങൾ. ഞാനിപ്പുറം വന്നിട്ട് നമ്മളെ നിക്കാബ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ നിക്കാബ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഒരു 10 ഡേയ്സ് കൊണ്ട് ഇൻഷാല്ല നിങ്ങളെ കയ്യിൽ കിട്ടും കേട്ടോ. സൗദി ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒന്നുമല്ല കേട്ടോ, ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഹോൾസെയിലായിട്ടില്ല, റീറ്റെയിലായിട്ട് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഡയറക്റ്റ് അവിടെ പോയിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ഷോറൂമിലല്ല അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് പർച്ചേസിങ് ആണ്. അപ്പോൾ അങ്ങനെയല്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ പാക്ക് ചെയ്ത് വീഡിയോസ് എടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊരു 2 ദിവസത്തെ ഓർഡറാണ് കേട്ടോ. മാഷാഅല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് യൂട്യൂബിലുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഓൾറെഡി പറഞ്ഞല്ലോ കുറച്ചധികം സ്റ്റോക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇഷനെ ഞാൻ ഇങ്ങ് കൂട്ടിയിട്ടുണ്ട്. ഇഷ അങ്ങനെ എല്ലാവരും അയച്ച് നിൽക്കൂല കേട്ടോ, ഞാനില്ലാണ്ട് ഒരു മിനിറ്റ് നിൽക്കൂല. അപ്പോൾ ഓക്ക് ഞാൻ TV വെച്ച് കൊടുത്തിട്ടാണ് നമ്മളെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പം കാര്യമായിട്ട് അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മളെ നിക്കാബും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് നിക്കാബ്, പിന്നെ അബായ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അബായ പരതാനുള്ള ഒരു ടൈമും അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ചെറിയൻ്റെ കൂടെ വന്നാൽ എനിക്ക് പരതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചെറിയ കുട്ടിനെയും കൊണ്ടും നോക്കലൊന്നും നടക്കില്ല. അപ്പം ഞാൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് അബായ. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം മാറ്റം നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ നിക്കാബ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നിക്കാബ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി കൂടി പാക്ക് ചെയ്യണം. പിന്നെന്താ, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കിക്കോട്ടെ. കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എനിക്കില്ലേ ചെയ്ത കാര്യം തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ ഞാൻ നൈസായിട്ട് ഓർഡർ ക്ലോസ് ചെയ്യും. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക 1 മാസം 1.5 മാസമെല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അത് കുറച്ച് പണിയാണ് കേട്ടോ. ഇത് പാക്കിങ്ങും അഡ്രസ്സ് ഇതെല്ലാം ആയിട്ട് ചെറിയ കുട്ടീനെയും വെച്ച് കുറച്ച് സീനാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വേഗം തന്നെ സെൻഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഒരുമിച്ച് ഓർഡേഴ്സ് എടുത്തിട്ട് ഒരു 2-3 ദിവസം വെക്കും, പിന്നെ ഓർഡേഴ്സ് എടുക്കും, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ പാക്ക് ചെയ്യൽ. ഇപ്രാവശ്യം ഞാൻ 2 ദിവസത്തത് ഒരുമിച്ച് പാക്ക് ചെയ്ത് സെൻഡാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പിറ്റേന്നേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലെ ഒരു മീഡിയം സൈസ് നിക്കാബാണ് കേട്ടോ. ഞാനധികം എക്സ്ട്രാ ഷോർട്ട് ഇടൽ. എക്സ്ട്രാ ഷോർട്ട് എന്തുകൊണ്ടാണ് സെയിലാക്കാത്തതെന്ന് കുറേ പേര് ചോദിക്കലുണ്ട്. എക്സ്ട്രാ ഷോർട്ടില്ലേ നല്ല ക്വാളിറ്റി കുറവാണ്. നമുക്കില്ലേ അതേപോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇതിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് ഈ സെയിം ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല ഈ ഒരു 7 ഇഞ്ചിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് സെയിലാക്കാത്തത്. അപ്പോൾ ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേർത്ത് ആവില്ല. നല്ല ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് സെയിലാക്കാത്തത്. കാണുമ്പോൾ നമുക്ക് പിന്നെ നല്ല ഇതുപോലെ തന്നെ ഉണ്ടാവും, ഈ ഒരു തുണി പോലെ തന്നെ ഉണ്ടാവും. പക്ഷെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് സെയിലാക്കാത്തത്. ഇത് മാഷാഅല്ലാ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഇതുവരെ വാങ്ങിയവരാരും ഇതുവരെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അടിപൊളി ക്വാളിറ്റിയാണ്. നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഡയറക്റ്റ് കാണിച്ചിരുന്നതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് അന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നാളെ മൊത്തത്തിലൊന്ന് സെൻഡാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയല്ല നമ്മളെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങണം. കുറേ ആയി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫെല്ലാം ഷൂട്ടാക്കിയാലോ എന്നെല്ലാം വിചാരിക്കുന്നത്. പക്ഷേ വിചാരിച്ച പോലെ അങ്ങ് നടക്കുന്നില്ല. നമ്മളെ ലാസ്റ്റ് വീഡിയോയിലിട്ട കമൻറ്റ് കണ്ടിട്ടില്ലേ, അപ്പോൾ ആ കമൻറ്റ് തന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
വിചാരിച്ച പോലെ എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഈ കണ്ണേറ് എന്നെല്ലാം പറഞ്ഞ സാധനമില്ലേ, അത് സത്യമാണ് കേട്ടോ. ആ ഒരു കമൻറ്റോടുകൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പബ്ലിക്കായിട്ട് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതാ പിറ്റേന്ന് കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു. വീണ്ടും അനിയത്തിൻ്റെ അടുത്ത് കുട്ടിനെ ആക്കിയിട്ട് ഇപ്പുറത്ത് വന്ന് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കിക്കും, ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലേ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എപ്പെങ്കിലും ആയിട്ട് അടുത്ത വ്ളോഗായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.